എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യൽ കപ്പപ്പുഴുക്കാണ്. ഇതിനായി ഞാൻ 2 കിലോ കപ്പയാണ് എടുക്കുന്നത്. കപ്പ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അത്യാവശ്യം മണ്ണും പൊടിയൊക്കെ ഉണ്ട്. കപ്പ നമുക്ക് വൃത്തിയാക്കി വെട്ടിയെടുക്കാം. കപ്പ ഞാൻ വട്ടത്തിലാണ് കൊത്തിയിടുന്നത്. വട്ടത്തിൽ കൊത്തിയാൽ ഇതിൻ്റെ തൊലി ഉരിയാൻ വളരെ എളുപ്പമാണ്. അത്യാവശ്യം മണ്ണ് പിടിച്ച ചില ഭാഗങ്ങളുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ കൂടെ അങ്ങ് കൊത്തിക്കളയാം. ഇനിയും ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ അതൊന്ന് ചെയ്തേക്കണേ. ഇനി വരുന്ന വീഡിയോ കാണാനായി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ അമർത്താൻ മറക്കരുതേ. വൃത്തിയാക്കി വെച്ച കപ്പ ഇനി നമുക്ക് 2-3 വെള്ളത്തിൽ ഭംഗിയിൽ കഴുകിയെടുക്കാം. ഓരോന്നായി കഴുകിയെടുത്ത ശേഷം നമുക്കിത് നീളത്തിൽ കൊത്തിയരിഞ്ഞെടുക്കാം. കപ്പ കനം കുറച്ചാണ് അരിഞ്ഞെടുക്കുന്നത്. ഷെയ്പ്പൊന്നും നോക്കുന്നില്ല. എൻ്റെ കൈക്ക് വന്നതുപോലുള്ള കൊത്തിയരിയലാണ് നടത്തുന്നത്. എങ്ങനെ വേണമെങ്കിലും കൊത്തിയരിയാം. ഞാനിത് ഉടച്ചെടുക്കുന്നത് കൊണ്ട് ഷെയ്പ്പിനൊന്നും വില കൽപ്പിക്കുന്നില്ല. കൊത്തിയരിഞ്ഞ കപ്പ റെഡിയായി. ഇനി ഇത് വീണ്ടും നമുക്ക് 2-3 വെള്ളത്തിൽ കൂടിയിട്ട് കഴുകിയെടുക്കാം. കഴുകിയപ്പോൾ കപ്പയിലെ അഴുക്കൊക്കെ പോയി വെള്ളം നല്ല കണ്ണാടി പോലെ തിളങ്ങുന്നു. ഇത് ഞാൻ ഒരു മൺചട്ടിയിലാണ് വേവിക്കാൻ പോകുന്നത്. ഇത് കഴുകി വാരി നമുക്ക് ചട്ടിയിലേക്ക് ഇടാം. അടുപ്പിൽ തീയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഈ കപ്പയ്ക്ക് മുകളിൽ നിൽക്കത്തൊക്കെ വെള്ളമൊഴിച്ച് നമുക്ക് അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ഒന്നും ചേർക്കുന്നില്ല. അതൊന്ന് മൂടി വെച്ച് തിളക്കട്ടെ. കപ്പ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തവി വെച്ച് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മണ്ണിൻ്റെ പാത്രമായതുകൊണ്ട് അടിക്ക് പിടിച്ചു വരാൻ എളുപ്പമാണ്. അതുകൊണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി അല്പം കൂടിയാലും പ്രശ്നമൊന്നുമില്ല. വെള്ളം നമ്മൾ ഊറ്റിക്കളയുകയാണ്. കല്ലുപ്പാണ് നമ്മൾ ഇതിലേക്കായി ഉപയോഗിക്കുന്നത്. ത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പൊന്ന് പിടിച്ചു വരാനായി
അല്പനേരം കൂടി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. കപ്പ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. കുത്തി ഉടക്കാൻ പാകത്തിനുള്ള വേവാണ് കപ്പക്ക് വേണ്ടത്. ഇനി ഇതിലേക്കായി ചേർക്കേണ്ടത് 1 മുറി തേങ്ങയും കറിവേപ്പിലയുമാണ്. തേങ്ങയും കറിവേപ്പിലയും ചേർക്കുന്നതിന് മുമ്പായി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. നേരത്തെ ചിരകി വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഇച്ചിരി കറിവേപ്പില കൂടി ഇട്ടിട്ട് നമ്മളിതൊന്ന് മാറ്റി വെക്കാൻ പോവുകയാണ്. ഇനി ഇതിലേക്ക് കടു വറുക്കാൻ പോവുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു. വറ്റൽമുളക്, കടുക്, കറിവേപ്പില 3 നമ്മൾ വറവിലേക്കായി ചേർക്കുന്നത്. കടുക് പൊട്ടി വന്നു. ഇനി ഇതിലേക്ക് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ശേഷം കുറച്ച് കറിവേപ്പില കൂടി. കടുക് വറുത്തത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മലബാർ കപ്പപ്പുഴുക്ക് റെഡിയായി. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം.